നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 23-ാം തീയതി, അതായത് 1200-ാം ആണ്ട് മേടമാസം 10-ാം തീയതി. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് അവിട്ടം നക്ഷത്രമാണ്. ഉദയ നക്ഷത്രമായിട്ട് വന്നിരിക്കുന്ന അവിട്ടമാണ്. അപ്പോൾ അവിട്ട നക്ഷത്രം ശുഭനക്ഷത്രം, ശുഭദിനം. പിന്നെ ഇന്നത്തെ പ്രത്യേകത മേടമാസം 10-ാം തീയതി. മേടം 10-ന് 10-ാം ഉദയം എന്ന് പറയും. എന്താണ് 10-ാം ഉദയം? സൂര്യഭഗവാൻ അത്യുച്ചത്തിൽ വരുന്ന ഒരേ ഒരു ദിവസമേ ഉള്ളൂ. അത് 10-ാം ഉദയത്തിനാണ്. 365 ദിവസം ഉള്ളതിൽ ഒരു ദിവസം മാത്രമേ സൂര്യൻ ഉച്ചത്തിൽ വരുള്ളൂ. ഉച്ചത്തിലല്ല, അത്യുച്ചത്തിൽ. ബാക്കി നമ്മൾ നോക്കുമ്പോൾ മേടമാസത്തിൽ മൊത്തവും സൂര്യൻ ഉച്ചത്തിൽ നിൽക്കും, മേടൻ രാശിയിൽ തന്നെ സൂര്യൻ നിൽക്കും. പക്ഷേ സൂര്യൻ അത്യുച്ചത്തിൽ വരുന്ന ഒരു ദിവസമാണ് 10-ാം ഉദയം. ഇന്ന് ഉള്ള പ്രത്യേകത 10-ാം ഉദയത്തിന് എന്ത് ചെയ്താലും അത് ശോഭിക്കുമെന്നാണ്. ശരിക്കും ജ്യോതിഷശാസ്ത്രപ്രകാരം വേറെ മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ലാത്തൊരു ദിവസവും കൂടിയാണ് ഇന്നെന്നറിയുക. മാത്രമല്ല ഇന്നത്തെ ദിവസം നല്ല മുഹൂർത്തമുള്ള ദിവസവുമാണ്. കാരണം അവിട്ട നക്ഷത്രം ശുഭനക്ഷത്രം, അതുപോലെ ബുധനാഴ്ച ശുഭദിനം, ഇതെല്ലാം നമുക്ക് അനുകൂലപ്രദമാണ്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ 10-ാം ഉദയത്തിന് സൂര്യൻ അത്യുച്ചത്തിൽ നിൽക്കുന്ന ദിവസം പ്രപഞ്ചനാഥൻ ഉച്ചത്തിൽ നിൽക്കുന്ന പ്രകാശകിരണങ്ങൾ കൊണ്ട് എന്ത് നെഗറ്റീവ് ദോഷവും മാറിപ്പോകുമെന്നാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ അവസ്ഥയോ, മേടമാസത്തിലെ അവിട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലമാണ്. ഇന്ന് ഒരു ദിവസത്തെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തിനും കൊള്ളാം. ഒരു വർഷത്തെ ഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ വാർഷിക ഫലം നിങ്ങൾ നോക്കുക, വളരെ ഐശ്വര്യപ്രദമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വർഷം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ നിങ്ങൾക്ക് വരും. വളരെ പ്രശസ്തിയും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്നതിനൊപ്പം തന്നെ ജോലിയിൽ കയറ്റം ഉണ്ടാവും. ബിസിനസ് ആദി കാര്യങ്ങൾ ചെയ്യുന്നവർ പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക നേട്ടം വരും. വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത വിജയം ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള പുരോഗതിയെ കൊടുക്കുന്ന കാലഘട്ടമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് പുരോഗതിയുടെ കാലഘട്ടമായതുകൊണ്ട് നിങ്ങൾ കാര്യം ചെയ്യണ ഈ ഒരു വർഷക്കാലം, കാരണം ചിലപ്പോൾ ഇനി നമുക്ക് ഇതുപോലൊരു 10-ാം ഉദയം ബർത്ത്ഡേ ആയിട്ട് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് അങ്ങനെ ഒരു ദിവസം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു വർഷത്തെ നിങ്ങൾ വേണ്ട രീതിയിൽ വർക്കൗട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യണം. അതിനൊപ്പം തന്നെ ഇന്ന് നല്ല ദിവസമാണ്, 10-ാം ഉദയമാണ്, എല്ലാ ഐശ്വര്യപ്രദമായ ദിവസമാണെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. ശരിക്ക് 12:23 തൊട്ട് 1:55 വരെ രാവുകാല സമയവും യമകണ്ഠകാല സമയവും ഗുളികകാല സമയവുമായിട്ട് ഗുളികൻ 10:51 തൊട്ട് 12:23 വരെയും യമകണ്ഠകാല സമയം 7:46 തൊട്ട് 9:18 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതേപോലെ തന്നെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം ജാതക പ്രകാരം തന്നെ 11:59 തൊട്ട് 12:47 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം നമുക്ക് ഏത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണം ശ്രദ്ധിച്ചോളുക. പച്ച കളറിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര തിരിക്കുക. പച്ച വസ്ത്രം നമ്മൾ ധരിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് ബുധൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യുകയും നമുക്ക് ഉന്മേഷവും ഉണർവും സത്തയും ഒക്കെ ഉണ്ടാവുകയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫലവത്തായി വരികയും ചെയ്യും. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കും ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.